ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്നോ ജോലി ചെയ്തുകൊണ്ടോ പൂർത്തിയാക്കാം. ബാസ് സ്റ്റഡി സെന്ററിലൂടെ BA, BCom, BBA, PSW എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത് അസൈൻമെന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം അസൈൻമെന്റിന്റെ ഒരു പീക്ക് ആയിട്ടുള്ള ടൈമാണ് ഇപ്പോൾ. അപ്പൊ അസൈൻമെന്റിന്റെ കുറെ ഡൗട്ട്സ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പറഞ്ഞു. അപ്പോൾ പാർട്ട് 2 ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും കാണാം. നമ്മൾ ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസൈൻമെന്റ് എങ്ങനെയൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യണം, ആ അറേഞ്ച്മെന്റ്സ് നമുക്ക് എന്തൊക്കെ പോസിറ്റീവ് നമുക്ക് ഉണ്ടായിരിക്കും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്നുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇഗ്നുവിനെ സംബന്ധിച്ച്, ഇഗ്നു യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് മാർക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ല മാർക്കോട് കൂടിയിട്ട് അസൈൻമെന്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി അസൈൻമെന്റ് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം എന്ന് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാം. നമ്മൾ മെയിൻ ആയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ഏതൊക്കെയാണ് 1 by 1 ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതേ രീതിയിൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഷീറ്റ് ആണ്. ഈ ഇവാലുവേഷൻ ഷീറ്റിൽ മെയിൻ ആയിട്ട് വേണ്ടത്, അതായത് ഇവാലുവേഷൻ ഷീറ്റ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മാർക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഇത് സ്റ്റഡി സെന്റേഴ്സ് ആണ് ചെയ്യേണ്ടത് എങ്കിലും ചില സ്റ്റഡി സെന്റേഴ്സ് അത് സ്റ്റുഡൻസിന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ വെക്കാൻ പറയും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഫ്രണ്ട് ഷീറ്റിൽ തന്നെ വെക്കണം. സെക്കൻഡ് ഷീറ്റിൽ മെയിൻ ആയിട്ട് വേണ്ടത് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് ആണ്. അതായത് സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് മെയിൻ ആയിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എൻറോൾമെന്റ് നമ്പർ, അതുപോലെ നിങ്ങളുടെ പേര്, പേപ്പർ കോഡ്. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ കോഡ് ഉണ്ടാവും എന്നറിയാലോ. അപ്പൊ പേപ്പർ കോഡ് വേണം, സബ്ജക്ട് കോഡ്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ സെക്കൻഡ് ഷീറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. തേർഡ് ഷീറ്റ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓരോ സബ്ജക്റ്റിനും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആവുമെന്ന് നിങ്ങൾക്കറിയാലോ. ആ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ കുറേ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരിക. പക്ഷെ അത് കംപ്ലീറ്റ് നിങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കണമെന്നില്ല. ക്വസ്റ്റ്യൻസ് ഉള്ള പോർഷൻ മാത്രം ഇൻക്ലൂഡ് ചെയ്ത ആ പ്രിന്റ് മാത്രം, ആ ഒരു ഷീറ്റ് മാത്രം പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്യണം. ഫോർത്ത് എന്ന് പറയുന്നത് പിന്നീട് നെക്സ്റ്റ് പേജ് മുതൽ നിങ്ങൾക്ക് ആൻസർ എഴുതി തുടങ്ങാം. ഈ 4 കാര്യങ്ങളാണ് അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 4 കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ നിങ്ങൾ വെച്ച് സബ്മിറ്റ് ചെയ്യാൻ അസൈൻമെന്റ് ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അസൈൻമെന്റ് എഴുതുമ്പോൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം അസൈൻമെന്റ് എഴുതി തന്നെ എല്ലാ സ്റ്റുഡൻസും സബ്മിറ്റ് ചെയ്യണം. അതല്ലാതെ ടൈപ്പ് ചെയ്തോ അങ്ങനെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. എഴുതി തന്നെ ഹാൻഡ് റിട്ടൺ ആയിരിക്കണം അസൈൻമെന്റ്. അപ്പോൾ എഴുതി തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ കുറേ സ്റ്റുഡൻസിന്റെ ഡൗട്ടാണ് A4 ഷീറ്റിൽ എഴുതണോ അല്ലെങ്കിൽ അസൈൻമെന്റ് പേപ്പർ നമുക്ക് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഏത് പേപ്പറിലാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു കുറച്ച് കൺഫ്യൂഷൻ കുറച്ച് സ്റ്റുഡൻസിനുണ്ട്. A4 ഷീറ്റ് മാത്രമാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. A4 ഷീറ്റിലാണ് അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ അസൈൻമെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ നിങ്ങൾ എന്തായാലും എല്ലാ അസൈൻമെന്റിനും കീപ്പ് ചെയ്യണം. ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്കെയിലിന്റെ സൈസിൽ നിങ്ങൾ 4 സൈഡും സ്കെയിലിന്റെ സൈസിൽ വിട്ടതിന് ശേഷം ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം മാത്രമാണ് അസൈൻമെന്റ് എഴുതാൻ പാടത്തുള്ളൂ. അപ്പോൾ മറക്കരുത്, ലെഫ്റ്റ് സൈഡ് എന്തായാലും നിങ്ങൾ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് വിട്ടാലും കുഴപ്പമില്ല. 4 സൈഡും നിങ്ങൾ അസൈൻമെന്റിന് വേണ്ടിയിട്ട് ഔട്ട്ലൈൻ മാർജിൻ വരച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഉള്ളിൽ അസൈൻമെന്റ് എഴുതാം. അസൈൻമെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം ഒരു 35+ പേജ് എങ്കിലും നിങ്ങൾ അസൈൻമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. അത് വളരെ മിനിമം ആയിട്ടുള്ള പേജാണ് പറയുന്നത്. മാക്സിമം നിങ്ങൾക്ക് എത്ര പേജ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റുഡൻസ് ഒരുപാട് പേര് ഇപ്പോൾ ഒരു 50-60 പേജ് സബ്മിറ്റ് ചെയ്യുന്നവരും 90+ പേജ് സബ്മിറ്റ് ചെയ്യുന്നവരുടെയും തമ്മിലുള്ള മാർക്ക് ഡിഫറൻസ് നമുക്ക് നോക്കുമ്പോൾ തന്നെ വളരെ ഡിഫറൻറ്റ് ഉണ്ട് നമുക്ക് മനസ്സിലാവും. മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് റെഫർ ചെയ്ത് എഴുതാൻ പറ്റുമോ അത്രയും നിങ്ങൾ അസൈൻമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അതുപോലെ അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അസൈൻമെന്റ് എഴുതുന്നതോടുകൂടി തന്നെ നിങ്ങൾ പേജ് നമ്പർ ഇട്ടിട്ട് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ഓർഡർ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊരു സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണ്. അസൈൻമെന്റ് എഴുതുന്ന എല്ലാവരും പേജ് നമ്പർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങൾ ബോൾ പെൻ മാത്രം യൂസ് ചെയ്യുക. ഇങ്ക് പെന്നോ ജെൽ പെന്നോ യൂസ് ചെയ്യാതിരിക്കുക. ബോൾ പെൻ മാത്രം യൂസ് ചെയ്യുക. അത് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ, ഈ 2 കളേഴ്സ് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഒരു അസൈൻമെന്റിൽ തന്നെ 3 or 4 കളേഴ്സോ 2 കളേഴ്സോ യൂസ് ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരു കളർ, അത് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ മാത്രം യൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ചില പോർഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സബ് ഹെഡിങ്ങോ അങ്ങനെ ഏതെങ്കിലും ഹൈലൈറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ, അസൈൻമെന്റ് എഴുതുമ്പോൾ നമുക്കറിയാം പലരും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട്, കുറച്ചും കൂടെ നല്ല രീതിയിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരിക്കലും ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ഇങ്ക് പെന്നോ അല്ലെങ്കിൽ മാർക്കറോ സ്കെച്ചോ യൂസ് ചെയ്യരുത്. പെൻസിൽ ഓർ പെൻ മാത്രമേ നമുക്ക് അസൈൻമെന്റിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അസൈൻമെന്റ്സ് നമുക്കറിയാം ഒരുപാട് പേജിന്റെ കാര്യമാണ് ഈ അസൈൻമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് മനുഷ്യന്മാരാണ്, നമുക്ക് തെറ്റ് പറ്റാം. അപ്പൊ അസൈൻമെന്റ് എഴുതുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു, കട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കാം. വൈറ്റ്നർ മാക്സിമം ഒഴിവാക്കാതിരിക്കുക. വൈറ്റ്നർ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് വിചാരിച്ച് നിങ്ങൾക്ക് പേജ് മാറ്റണം, വീണ്ടും ഇപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ആ പേജ് കംപ്ലീറ്റ് മാറ്റേണ്ട കാര്യമില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ ഒരു സിംഗിൾ ലൈൻ യൂസ് ചെയ്തിട്ട് അത് കട്ട് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യാം. അല്ലാതെ ഒരുപാട് സ്ക്രാച്ചോ കാര്യങ്ങളോ വരുത്തരുത്. സിംഗിൾ ലൈൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞ് അസൈൻമെന്റ് എല്ലാവരുടെയും എഴുതി കഴിഞ്ഞ്, ഇത്രയും പേപ്പേഴ്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതെങ്ങനെ സബ്മിറ്റ് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അതായത് അസൈൻമെന്റ് ഒരിക്കലും സ്റ്റാപ്ലർ ചെയ്യരുത്, പിൻ ചെയ്യരുത്, ഒരു കാരണവശാലും പിൻ ചെയ്യരുത്. അതുപോലെ ബൈൻഡ് ചെയ്യാനും പാടില്ല. ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ബൈൻഡിങ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള ബൈൻഡിങ്ങും അസൈൻമെന്റ് ചെയ്യാൻ പാടില്ല. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് പഞ്ച് ചെയ്യുക. അസൈൻമെന്റിന്റെ എല്ലാ പേപ്പേഴ്സും ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ത്രെഡ് യൂസ് ചെയ്ത് കെട്ടുക. ഇപ്പോൾ പല രീതിയിലുള്ള ത്രെഡ് അവൈലബിൾ ആണ്. കുറച്ച് കട്ടിയുള്ള ത്രെഡ്, ഇപ്പോൾ റെഡ് ത്രെഡ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വൈറ്റ് ത്രെഡ് കുറച്ച് കട്ടിയുള്ളതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ടൈ ചെയ്തിട്ട് വേണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ പിന്നോ സ്പൈറൽ ബൈൻഡിങ്ങോ അതുപോലെ ഫയൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പലരും സബ്മിറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ആ രീതി ഒന്നും ഇഗ്നു പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ത്രെഡായിട്ട് വെച്ചിട്ട് തന്നെ കെട്ടണം. ഇപ്പോൾ ചില ത്രെഡിന്റെ അറ്റത്ത് പിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്റ്റീലിന്റെ പിന്ന് അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതൊന്നും പാടില്ല. അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ത്രെഡ് മാത്രമായിട്ട് വേണം നിങ്ങൾ സെക്യൂർ ചെയ്യാൻ. കാരണം അല്ലെങ്കിൽ അത് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ നീറ്റായിട്ട് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ. അതുപോലെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുൻപ്, അതായത് നമുക്കറിയാം ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ് ആയിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് ഒന്ന് സ്കാൻ ചെയ്ത് വെക്കണം. എന്തെങ്കിലും കാരണവശാൽ അസൈൻമെന്റ് മിസ്സായി പോവുകയോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അസൈൻമെന്റ് എല്ലാ പേപ്പറുകളും എല്ലാ ഷീറ്റുകളും സ്കാൻ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. അതിനുശേഷം ആണ് നമ്മൾ സ്റ്റഡി സെന്ററിൽ പോയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റഡി സെന്ററിൽ പോകും. അപ്പോൾ അവിടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു അക്നോളജ്മെന്റ് റിപ്പോർട്ട് നമുക്ക് തരും. അതായത് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന് തെളിവായിട്ട് നമുക്ക് തരുന്നതാണ്. അത് എല്ലാ സ്റ്റഡി സെന്റേഴ്സും പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. അത് നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് കമ്പൽസറി അല്ല. ചില സ്റ്റഡി സെന്റേഴ്സ് അത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അസൈൻമെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എല്ലാ കമന്റ്സിനും നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എനിവേ, താങ്ക് യു.